പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് റിട്സിനെ കുറിച്ചാണ്. എന്താണ് റിട്സ് എന്ന് നോക്കാം. റിട്സ് എന്ന് പറഞ്ഞാല് ആക്ച്വലി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആണ്. അതായത് റിട്സ് എന്ന് പറഞ്ഞാല് ഒരു ഓർഡർ ആണ്, അത് ഇഷ്യൂ ചെയ്യുന്നത് കോടതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ലീഗൽ റൈറ്റ്സ് ഒക്കെ എന്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് റിട്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു ആർട്ടിക്കിൾ 32 കുറിച്ച് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആർട്ടിക്കിൾ 32ലും ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് റിട്സ് ഫയൽ ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 പറഞ്ഞാല് സുപ്രീം കോടതിയിൽ റിട്സ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ റിട്സ് ഫയൽ ചെയ്യാനാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൺലി, ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാത്രമേ അവിടെ റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ റിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന് എതിരെ മാത്രമേ നമുക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ആർട്ടിക്കിൾ 226 നോക്കണമെങ്കിൽ ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്യാനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഏതെങ്കിലും ലീഗൽ റൈറ്റ്സും നമുക്ക് എൻഫോഴ്സ് ചെയ്യാം ഹൈക്കോർട്ടിൽ. അതുപോലെ ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ 226 ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വൈഡർ ദാൻ ആർട്ടിക്കിൾ 32. അതുപോലെ ഇവിടെ റിട്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്റ്റേറ്റിന് എതിരെ മാത്രമല്ല, ആസ് വെൽ ആസ് പ്രൈവറ്റ് ബോഡീസ്, പ്രൈവറ്റ് ബോഡീസിനെതിരെ നമുക്ക് റിട്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ടൈപ്സ് ഓഫ് റിട്സ് നോക്കുകയാണെങ്കിൽ 5 ടൈപ്സ് ഓഫ് റിട്സ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റിട്ട് എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ആണ്. ഇറ്റ്സ് മീൻ ടു ഹാവ് ദ ബോഡി അല്ലെങ്കിൽ ടു ബ്രിങ് ദ ബോഡി എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. അതായത് അതിന്റെ പേർപ്പസ് എന്തിനാന്ന് വെച്ചാല് പേഴ്സണൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ ഒരു ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണെ റിലീസ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹേബിയസ് കോർപ്പസ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇനി ആർക്കെതിരെ, എഗെയിൻസ്റ്റ് ഹോം ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഇനി ആർക്കൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഹു ക്യാൻ ഫയൽ? ഒരു ഡീറ്റെയിൽഡ് പേഴ്സണ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ്, അയാളുടെ ബിഹാഫിൽ വേറെ ഏതെങ്കിലും പേഴ്സണ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഹേബിയസ് കോർപ്പസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് കേസ് ലോസ് ആണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അതുപോലെ ADM ജബൽപൂർ വേഴ്സസ് ശിവകാം ശുക്ല. അപ്പൊ ഈ രണ്ട് കേസാണ് ഹേബിയസ് കോർപ്പസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിട്ട് ആണ് മാൻഡമസ്. ഇറ്റ് മീൻസ് വി കമാൻഡ്. അതായത് ഒരു ലീഗൽ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് അതോറിറ്റിനെ നമ്മൾ കമ്പൽ ചെയ്യാം. അതിനെയാണ് നമ്മൾ മാൻഡമസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു ലീഗൽ ഡ്യൂട്ടി അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഡ്യൂട്ടി എന്തായിരിക്കണം? മാൻഡേറ്ററി ആയിരിക്കണം. പിന്നെ ഡിമാൻഡ് ആൻഡ് റിഫ്യൂസൽ അവിടെ പ്രൂവ് ചെയ്തിരിക്കണം. ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മാൻഡമസ് എന്ന് പറഞ്ഞ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എപ്പോഴൊക്കെയാണ് ഈ ഒരു റിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, അല്ലെങ്കിൽ ആർക്കെതിരെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിനെതിരെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓർ ഗവർണർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഇവർക്കെതിരെ ഒന്നും നമുക്ക് ഈ ഒരു മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി തേർഡ് റിട്ട് ആണ് പ്രൊഹിബിഷൻ. അതായത് ഇഷ്യൂഡ് ബൈ എ സുപ്പീരിയർ കോർട്ട്. ഒരു സുപ്പീരിയർ കോടതി ഒരു ഇൻഫീരിയർ കോടതിക്ക് അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണലിനെതിരെ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. പ്രൊഹിബിഷൻ മീൻസ് ഇറ്റ്സ് പ്രിവെന്റ് ചെയ്യാം, ഒരു കാര്യത്തിൽ നിന്ന് തടയുക എന്നാണ് അർത്ഥം. അതായത് ഒരു ലോവർ കോടതിനെ പ്രിവെന്റ് ചെയ്യാം, അവരുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് എക്സീഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോവർ കോടതിനെ ഒരു സുപ്പീരിയർ കോടതി പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് സെർഷ്യററി, അതായത് ടു ബി സർട്ടിഫൈഡ്. അതായത് ഓൾറെഡി ഒരു ഇൻഫീരിയർ കോർട്ടോ ഒരു ട്രിബ്യൂണലോ പാസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഡർ ക്വാഷ് ചെയ്യാം, അത് നമ്മൾ സെർഷ്യററി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷൻ തീരെ ഇല്ലാതിരിക്കുക, ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ കടന്ന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഓഫ് ലോ അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്, ഓർ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ. ഈ ഒരു ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ സെർഷ്യറി എന്ന് പറയുന്ന റിട്ട് ഫയൽ ചെയ്യുന്നത്. ഇനി ദ ലാസ്റ്റ് വൺ ആണ് കോ വാറണ്ടോ. അതായത് ബൈ വാട്ട് അതോറിറ്റി?
ഒരു പബ്ലിക് ഓഫീസ് ഏതെങ്കിലും ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അയാൾ എന്ത് ലീഗാലിറ്റിയിലാണ് അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനിലാണ് ആ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നതിനെയാണ് കോ വാറണ്ടോ എന്നുള്ളൊരു റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ സർട്ടൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ പേഴ്സൺ മസ്റ്റ് ലാക്ക് ലീഗൽ ക്വാളിഫിക്കേഷൻ. ലീഗൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളായിരിക്കണം. ആ ഒരാളാണ് ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗാലിറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് റിട്സ്, അത് ഏത് ആർട്ടിക്കിളിലൊക്കെ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് സുപ്രീം കോർട്ടിന് ഏത് ആർട്ടിക്കിളാണ്, ഹൈക്കോർട്ടിന് ഏത് ആർട്ടിക്കിളാണ്, അതുപോലെ റിട്സിന്റെ ടൈപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹേബിയസ് കോർപ്പസ്, ദെൻ മാൻഡമസ്, പ്രോഹിബിഷൻ, സെർഷ്യററി ആൻഡ് കോവാറണ്ടോ. അപ്പൊ ഇത്രയാണ് റിട്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ